ഹലോ ഹായ്. അപ്പോൾ ഞാനിന്ന് സേമിയാക്കാൻ വേണ്ടിയിട്ട് സേമിയൻ്റെ പായസമാക്കാൻ വിചാരിച്ചിട്ട് പാലുണ്ടായിട്ടില്ല, അങ്ങനെ തേങ്ങാൻ്റെ പാലെടുത്തിട്ട് സേമിയാക്കാൻ വിചാരിച്ചിട്ട് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സേമിക്ക കുറച്ചെടുത്തിട്ട് ഇത് വറക്കണം. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എല്ലാവരോടായിട്ട്. എന്തെന്നറിയുന്നില്ല, എൻ്റെ യൂട്യൂബ് ചാനലിൽ പിന്നെ വൈറ്റ് സ്റ്റുഡിയോ പോയിട്ടുണ്ട്. അതെല്ലാവർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് മാത്രമാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. വൈറ്റ് സ്റ്റുഡിയോ പോയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ആക്കാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ആക്കാൻ കിട്ടുന്നില്ല. നിങ്ങളെ ഈ പതിപ്പിൽ കിട്ടാലാന്ന് കാണിക്കുന്നുണ്ട്. അതിൽ എന്താക്കണമെന്ന് എനിക്കറിയുന്നില്ല. വൈറ്റ് സ്റ്റുഡിയോ ഇല്ല ഇപ്പോൾ. സ്റ്റുഡിയോ യൂട്യൂബ് ചാനലിലായിട്ട് സ്റ്റുഡിയോ കാണിക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് ഡൗൺലോഡ് ആക്കിയിട്ട് കിട്ടുന്നില്ല, എടുക്കാൻ ഇങ്ങനെ അറിയുന്നില്ല. ഇതിന് കുറച്ച് വറക്കണം. എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ എന്നറിയില്ല. എനിക്ക് എൻ്റെ ചാനലിന് എൻ്റെ പോലെ തന്നെ എല്ലാവർക്കും ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. എന്ത് സംഭവം എന്നറിയുന്നില്ല. എന്ത് തലയിൽ കയറുന്നു. ഇത്ര മാസം 2 കൊല്ലാവാനായില്ല ചാനൽ തുടങ്ങിയിട്ട്. സ്റ്റുഡിയോ ഉണ്ടാകുമ്പോൾ അതിൽ കാണുന്നുണ്ടായിന്. വാച്ച് ടൈം ഉണ്ടെങ്കിലും അല്ല കാണലും അറിയലെല്ലാം ഉണ്ടായി. നെയ്യ് ഒഴിച്ചിട്ട് നെയ്യിലാണ് വറക്കണം. കുറച്ച് വറക്കണം. ചെയ്തിട്ട് നിൽക്കണം. ഭർത്താവ് ഇത് കുറേ സമയം കഴിക്കേണ്ടി വരുന്നത്. പിന്നെ വേറെ ബുദ്ധിമുട്ടാണ് നല്ലോണം മുന്നിട്ട് ഭർത്താവ്. അതിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് തേങ്ങാൻ്റെ പാൽ ഒഴിച്ചിട്ട് ഒന്ന് വെക്കണം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലത്തേക്ക് മിക്സാക്കി വെക്കണം. ഭയങ്കര ഒരു ബേജാറ് പോലെ ഇപ്പോൾ ഈ യൂട്യൂബിൽ സ്റ്റുഡിയോ അങ്ങനെ ആക്കിയിട്ട് അങ്ങനത്തെ ഒരു ബേജാറ് കാണുന്നത്. അതെങ്ങനെ നോക്കിയാൽ സ്റ്റുഡിയോ ഡൗൺലോഡ് ആക്കാൻ പറ്റുന്നില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ആക്കാൻ കിട്ടുന്നില്ല. എന്ത് കാരണമെന്ന് തന്നെ എനിക്കറിയുന്നില്ല. ഇതൊരു എന്ത് പറ്റി. പഞ്ചസാര എടുത്തിട്ടാണല്ലോ. വല്ലാത്തൊരു ബേജാറാണ്. ആദ്യം അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും മുന്നേ പറയത് വൈറ്റ് സ്റ്റുഡിയോയോട് നോക്കാൻ എല്ലാം
എന്തും പറയില്ല വൈറ്റ് സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റുഡിയോ ഇതാക്കായിരിക്കും ചെലവ് പോലെ ഒന്നും അറിയില്ല. എന്തുമാ ഞാൻ ലൈവിലാണ് വിചാരിച്ചിട്ടുണ്ടായി. അപ്പോൾ എല്ലാ സമയത്തും നെറ്റ് കിട്ടുന്നില്ല. ലൈവിലൊന്നും ഇത് ഉപയോഗിക്കാനും പറ്റില്ല, അധികമായിപ്പോണ്ടാണ് നെറ്റ് കിട്ടുന്നില്ല. പിന്നെ ഞാൻ കാണില്ല ലൈവിൽ ആകുമ്പോൾ ലൈവായിട്ട് കളിച്ച് നോക്കുന്ന ആൾക്ക് കാണുന്നില്ല. കാരണം അറിയിക്കുമ്പോൾ ആൾക്കാർ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതിനായിട്ട് പറ്റുന്ന സമയം വീഡിയോ എടുത്തിട്ടാന്ന് വിചാരിച്ചാണ്. തേങ്ങാപ്പാൽ കളക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ്, ഒരു പേരിനൊരു ഉപ്പിടണം. അതിൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ നമ്മളെ നോമ്പ് തുറക്കൽ ഇങ്ങനെ ചെറിയ എന്തെങ്കിലും ഉണ്ടാക്കും. സർവത്ത് ചില സമയത്ത് ചെറുപുളി സർവത്താക്കും, അല്ലാതെ കായ് സർവത്താക്കും. കായ് സർവത്താക്കിയാൽ അതാണെന്നെങ്കിൽ ചെറുപുളി സർവത്താക്കും. പിന്നെ ഏതെങ്കിലും ഒരു സർവത്ത് ഉണ്ടാക്കും. പിന്നെ പല ജ്യൂസ് ഇങ്ങനെയൊന്നുമില്ല. അധികം ആൾക്കാരെല്ലാം കാണിക്കുന്നതാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. പിന്നെ ബത്തക്ക ജ്യൂസ് നമ്മളുടെ പിന്നെ ഞങ്ങളെ പണിക്ക് പോയെങ്കിൽ കൊണ്ടുവരാൻ ആൾക്കാരില്ലല്ലോ. ഇങ്ങനെ എന്ത് പറ്റിയെന്നറിയില്ല. ഇങ്ങനെ വെക്കുമ്പോൾ കിട്ടുന്നില്ല. ഒന്നാമത് സ്റ്റുഡിയോവും കിട്ടുന്നില്ല. അതിൻ്റെ ഒരു ബേജാറിലായി എനിക്ക്. സ്റ്റുഡിയോ കിട്ടുന്നില്ല. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടായിരുന്നു. സ്റ്റുഡിയോയുടെ അടുത്തടുത്ത് നോക്കലെന്തെങ്കിലും അത്ര വാശ ടൈമായി എന്നെല്ലാം നമ്മൾ നോക്കുമല്ലോ സ്റ്റുഡിയോയിൽ. അങ്ങനെയെല്ലാം നോക്കലുണ്ടല്ലോ. അതെന്ന് എനിക്കറിയുന്നില്ല. അതൊരു ബേജാറ്. അതിൻ്റെ വീഡിയോ ഇടാതെ ഇരിക്കുന്നതിന് വിചാരിച്ച്. വീഡിയോ പോകുന്നുണ്ടല്ലോ, യൂട്യൂബ് ചാനൽ പോകുന്നുണ്ട്, ചാനൽ ഇതാണുണ്ടല്ലോ. അപ്പോൾ ഇതാക്കണമെന്ന് എനിക്ക് അറിയുന്നില്ല. ആരെങ്കിലും അറിയുന്ന ആൾക്കാരൊന്നും എനിക്ക് പറഞ്ഞത്. പിന്നെ വേറൊരു വൈറ്റ് സ്റ്റുഡിയോ കണ്ടിട്ട് ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് എടുത്ത് നോക്കി. അപ്പോൾ സപ്പോർട്ടാകുന്നില്ല. ഇമെയിൽ ഇതെല്ലാം കാണിച്ചു കൊടുത്ത് നോക്കുമ്പോൾ സപ്പോർട്ടാകുന്നില്ല. അതും പറ്റുന്നില്ല. ഇങ്ങനെ അറിയില്ല. എനിക്ക് എൻ്റെ ആങ്ങളെ പറഞ്ഞ് നീ ഇമെയിൽ ഐ ഡി തെറ്റിച്ചിട്ടാണ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ എനിക്ക് ഓനെന്നെ ഇമെയിൽ ഐ ഡി എല്ലാം ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫയലിൽ എഡിറ്റെല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് നോക്കി ഓനെന്നെ ചെയ്ത് നോക്കുമ്പോൾ അതും പോകുന്നില്ല. ഇമെയിൽ ഐ ഡി എന്തെന്ന് എനിക്കറിയുന്നില്ല. പിന്നെ ഫോണ് മാറ്റാഞ്ഞിട്ട് എന്തെന്ന് അറിയുന്നില്ല. അവന് പറയുന്ന ഫോൺ പഴയതാകുമ്പോഴത്തേക്ക് ഓരോ ആപ്പ് അങ്ങനെ പോകുന്നതായിരിക്കും. ഫോൺ മാറ്റേണ്ടി വരുമെന്ന്. ഫോണൊക്കെ അങ്ങനെ ഈ അവസ്ഥയിൽ മാറ്റാൻ ഇപ്പം ഒന്നും പറ്റില്ലല്ലോ. ഈ ഫോൺ മാറ്റാൻ കുറച്ച് പൈസ ഒന്നും പോരല്ലോ. നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം മാറ്റുന്ന പോലെ ഒന്നും. അപ്പം ഇത്ര ആയിട്ടുണ്ട്. വെന്തിട്ട് കിട്ടണം. ജീരകം ഇട്ടിട്ടാ മറന്നുപോയി. ഏലക്കായ ഇല്ലാത്തതുകൊണ്ട് ജീരകം കുറച്ചിടണേ.
ഏലക്കായ ഉണ്ടെങ്കിൽ വേണ്ട ജീരകം, ഇല്ലാത്തതുകൊണ്ട് ജീരകം കുറച്ചിട്ടുണ്ട്. ഒരു ടേസ്റ്റ് ഉണ്ടാകുന്നില്ല ഇട്ടില്ലാന്നുണ്ടെങ്കിൽ. ഏലക്കായ ഉണ്ടെങ്കിൽ ഞാൻ ജീരകം ഇടല്ല, ഏലക്കായ തന്നെ ഇടും. ചില ആൾക്കാർ ഇങ്ങനെ സേമിക്ക, ഞാൻ നമ്മുടെ നാട്ടിലെല്ലാം അധികം ആൾക്കാർ വെക്കുന്നത് ഞങ്ങൾക്ക് ചെറുപയറും പിന്നെ പച്ചരിയും കഞ്ഞി വെക്കുന്നത് തേങ്ങ അരച്ച് കൂട്ടിയിട്ട്. അത് എനിക്ക് മുമ്പേ നല്ല ഇഷ്ടമുണ്ടായിരുന്നു. ഇപ്പം അത് പറ്റുന്നില്ല, ഇപ്പോൾ ശ്വാസം മുട്ടെടുക്കുന്നു, അതിനോട് ഞാൻ വെക്കലില്ല. ഒരു ദിവസം ഫുള്ള് കുടിച്ചാൽ ഒരു ദിവസം നോമ്പ് കുടിച്ചാൽ പിറ്റേ ദിവസത്തേക്ക് ശ്വാസം മുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനത് മതിയാക്കി വേണ്ടെന്ന് വെച്ചിട്ട് വെക്കാനായി. അട തളിച്ചിട്ട് വെള്ളിറ്റി മൂത്തോളും മൂത്തിട്ടുണ്ട്. ഇത്ര മൂപ്പ് വരുമ്പോൾ എടുത്ത് ഉണ്ടാക്കി വെച്ചാൽ. അപ്പോൾ നമ്മുടെ സേമിയൻ്റെ പായസം ആയിട്ടുണ്ട്. എനിക്കത് നോമ്പ് വെക്കാനാകുമ്പോൾ അത് തണുത്തോളും. അത് കറി എന്താണെന്നുണ്ടെങ്കിൽ കറിയുടെ ആവശ്യമില്ല, ചെറുപയർ കറി. ചെറുപയർ ഇങ്ങനെ വെക്കലാണ്. അധികം ആൾക്കാർ കറി എന്തെന്ന് ചോദിക്കലുണ്ട്. ചെറുപയർ ഇങ്ങനെ വെക്കണം വെള്ളമാക്കിയിട്ട്. അധികം കറി നമ്മളിവിടെ അങ്ങനെ ചെറുപയർ അല്ലെങ്കിൽ സാമ്പാർ. പിന്നെ വെക്കും കടല, പയർ, അതാണ് തേങ്ങ അരച്ചിട്ട് വെക്കും. കടല പയറെല്ലാം വെക്കണം തേങ്ങ അരച്ച്.